ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെയാ തുടങ്ങിയാലോ? ഇന്ന് വേറെ ഒന്നുമല്ല, ഇന്ന് മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അലക്കി നോക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ് ഹീറോ വെള്ളം അടിക്കുന്നതാണ് കാണിക്കുന്നത്, ശരിയാണ്. ഓക്കെ, എന്തൊരു മൂഞ്ചിയ താടിയാണ് എടുത്ത് വെച്ചേക്കുന്നത്, അരിയത്ത. എന്നാലും ബാക്കി കാണാം. എന്റെ കടയുടെ മുമ്പിലാണോ മേലെ ഇവിടെ കണ്ടോ ഒരു ചവിട്ടി കുടിച്ചിട്ട് എന്റെ കടയുടെ മുമ്പിലാണ് വന്നിരുന്നോ. അതെന്തായാലും സംഭവിക്കും. ഓക്കെ, ശരിയാണ്. വല്ലവൻ്റെയും കടയുടെ ഫ്രണ്ട് ചെന്നിട്ട് പട്ടാപ്പയിൽ രാവിലെ ആ പാവപ്പെട്ടവൻ കട ഉറക്കാൻ വരുമ്പോഴത്തേക്കും മൂഞ്ചി കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചവിട്ടാവില്ലേ. ഞാൻ അതിലെടുത്തിട്ട് അലക്കത്തേ ഉള്ളൂ, ദൂരെ എടുത്ത് ഓടേ കളയും, അത്രേ ഉള്ളൂ. അതിൽ പിന്നെ പാവം നോക്കിയിട്ടൊന്നും ഒരു കാര്യം. പേരൊക്കെ കൊള്ളാം കേട്ടാ. വീട് തീർപ്പ ശശി, വട്ടവരപ്പ പ്രമോദ്. വട്ടംപടി അവന്റെ 2 പേക്കടിച്ചപ്പോ ഇവര് ഈ പഴാന്ത് കുറച്ചുകൂടെ കുടിച്ചേക്കിനായിരുന്ന. ഇരിയടാ അവിടെ ഇരി. അഭിനയിച്ച് മെഴുകി തുടങ്ങിയിട്ടുണ്ട്. ഇതെവിടെ ചെന്ന് തീരോന്ന് അറിഞ്ഞൂടാ, നോക്കാം. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. രണ്ടുപേരും ഇതിന് പകരം ശരിക്കും ഈ 2 പെഗ്ഗൂത് അടിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഉള്ളിൽ നിന്ന് വന്നെ. ബീഡി തെറുപ്പ ശശിയുടെ കുടിച്ചിറക്കുന്നതിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോഴത്തേക്ക് നമ്മളെ കരൾ പാടുന്നതായിട്ടാണോ എന്നൊരു ഡൗട്ട്. ഓക്കെ, കുടിയടാ, നിന്റെ മനം പോലെ കുടിച്ച് നീ മരിക്കടാ. ഇത്രയും നല്ല കൂട്ടുകാരനെ വേറെ എവിടെ കിട്ടും? കുടിച്ച് മരിക്കടാന്ന്. പട്ടി മേലിൽ കൊണ്ട് വെച്ച ഇവിടെ എല്ലാം മേലാവിടെ വഴിയിലാവണ്ട മതിയനാണെന്ന് ഒറിജിനാലിറ്റി കാണിക്കാനാണെന്ന് തോന്നുന്നു. ആരുടെ ഇവിടെയൊക്കെ മതിലൊക്കെ കൊണ്ട് വെച്ചേന്ന്. പിന്നെ നാട്ടുകാരെ മതിൽ പിന്നെ നിനക്ക് ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി തരാൻ പോവല്ലേ. ഇതൊക്കെ കണ്ണൊന്നുള്ള അവസ്ഥ, എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ കണ്ടിട്ട് റിയാക്ട് ചെയ്യണം. അല്ല, കരടി നെയ്യൊക്കെ തേച്ച് താടിയൊക്കെ വളർത്തി റോട്ടിൽ കിടന്നത് വെള്ളം അടിച്ച് ഇപ്പം ഇറങ്ങി വന്നപ്പോഴത്തേക്കാണ്ട ടിക്ടോപ്പ്, കയ്യിലും കഴുത്തിലും ചെയിന്, ഡബിൾ റോളാണ് ഇനി. എന്നാ ചേട്ടാ ചായ. നേരത്തെ വരണേ ചേട്ടാ, അമ്പലത്തിൽ പോവാൻ. ശരി മോളെ, നോക്കാം. നിനക്കറിയാലോ എന്റെ തിരക്ക്. ചേച്ചി വൈകിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി രാവിലെ ഒരു ഇതായി ഇപ്പോണ്ട്. അതെന്തൊരു അവസ്ഥ കണക്കാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹലോ, ആ ആരാ? ജോസാണോ? നീ എപ്പോ വന്നു? 2 ദിവസമായിടാ. ഓ അത് ശരി, കാണാം. നീ കുമാറിലോട്ട് പോയേ. എവിടെ? കുമാറിലോട്ട്. ഓ അവിടോ? ആ ഞാൻ വരാം. എത്ര നാളെയാണ് നമ്മൾ കണ്ടിട്ട് കൂടിയിട്ട്? അല്ല, ബാറിന്റെ ആംബിയൻസ് കിട്ടാൻ വേണ്ടിയൊക്കെ മെഴുകുതിയൊക്കെ കത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉദ്ദേശമാണെന്ന് അറിയാൻ വയ്യ. പിടിക്കടാ, ഇതൊക്കെ സന്തോഷം. ഞാൻ ഇതിനു വേണ്ടിയല്ലേ വാരി മക്കളൊക്കെ ആക്കിട്ട് വന്നത്. നീ കഴിക്കൊന്നും പറഞ്ഞ ഒരു ദോഷമില്ല. അവനെ നോക്ക്, വേണ്ടെന്ന് കൂട്ടുകാരൻ നിർബന്ധിക്കുന്നു. വേണ്ട കുറച്ചു മുമ്പ് അടിച്ച് ഇവിടെ റോട്ടിൽ കിടന്നവനാണ്. ഞാനല്ലേ പറഞ്ഞ കഴിക്ക്, ചെറുതൊരെണ്ണം എന്താ സന്തോഷം. കഴിക്കടാ നീ. എനിക്ക് വേണ്ടാത്തോണ്ടാ ഞാൻ പറഞ്ഞത്. എനിക്ക് മദ്യം കഴിക്കടാ. ഒരുത്തൻ കിടന്ന് എത്രയെന്ന് വെച്ചിട്ട് നിർബന്ധിക്കണം, കഴിയടാ. ഞാൻ വല്ലായിരുന്നെങ്കിൽ ഇപ്പം ആ സമയം കൊണ്ട് ആ പകുതി ബോട്ടിൽ തീർന്നു. അയ്യോ, എനിക്ക് വേണ്ട. അച്ഛൻ വഴക്ക് പറയും. അച്ഛൻ വഴക്ക് പറയുമെന്ന് ഒരെണ്ണം കുടിച്ചതിന്റെ എക്സ്പ്രഷൻ ഇട്ടപ്പോ തന്നെ ബാക്കിയുള്ളവന്റെ വയറ് ക്ലാഞ്ഞു പോയി. എന്തു കോലമാടായത്! രാവിലെ ജോലിക്ക് പോയി ഇന്ന് വരെ കാണാത്തൊരു രൂപം, മദ്യപിച്ച് മയക്കുമരുന്ന് മേടിച്ച് കണ്ടവന്റെ കൂടെ തെണ്ടി നടന്നിട്ട് കേറി വന്നിരിക്കുക. എടാ, ഒരു നാഷണൽ അവാർഡ് കിട്ടിയ ഒരു അധ്യാപകന്റെ മകനാ നീ. ഒരു കോലം പോടാ. അതെത്ര നാഷണൽ അവാർഡ് കിട്ടിയ തന്തയുടെ മോൻ വെള്ളം അടിച്ചു വിടുന്നുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
എന്റെ ഇഷ്ടം. ഞാൻ കുഴിക്കും. ഇത്രയും പ്രശ്നങ്ങൾ നടക്കണേ. ബാക്കിൽ ഒരാൾ ചുരിദാർ തൊട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നൊക്കെയാണ്. ഒരു എക്സ്പ്രഷനും ഇല്ല. പല ഇന്ദ്രൻസിലെ സിനിമ പറയണൊക്കെ പാറ്റന്റ് ആകണൊക്കെ നിൽക്കുമെന്ന് പറഞ്ഞതൊക്കെ ഇവിടെ ഇത്രയും പ്രശ്നം നടക്കുന്നത് ഒരനക്കവും ഇല്ല. അവിടെ തന്നെ നിൽക്കുന്നത്. പറഞ്ഞവർക്ക് മനസ്സിലാത്തില്ലല്ലോ. അടിക്കില്ല ചേട്ടാ, ഈ മദ്യലഹരി മദ്യലഹരിയിൽ നശിച്ചവൻ ഒന്നും പറഞ്ഞാൽ കുടുംബത്തിന് മനസ്സിലാവത്തില്ല. പേർദോഷം കേൾപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. പോടാ. ഗുഡ് മോർണിംഗ് സാർ. മിസ്റ്റർ പ്രമോദ്, നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. എന്നെ പിരിച്ചുവിടായിരുന്നു. ഞാൻ MBA ക്കാരനാണ്. ക്ഷമിക്കണം സാർ, എന്നെ പിരിച്ചുവിടായിരുന്നു. താൻ ജോലി ചെയ്യാതെ മദ്യപിച്ച് ലെക്ക് കെട്ട് ചെയ്ത പണിക്കൊക്കെ കമ്പനിക്ക് കോടികളാണ് നഷ്ടം. യു ആർ ഡിസ്മിസ്. കോടികളുടെ നഷ്ടം ഈ ഒരു മുറി കടയ്ക്കാ. ഒരു കടയിൽ തുറന്നു വെച്ചു കമ്പ്യൂട്ടർ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് കോടികളുടെ നഷ്ടമായിരുന്നു. ഇവിടെ ഒരു സന്തതിയുള്ളത് വേണുവിന് അറിയാമല്ലോ. അറിയാം. എല്ലാം അവൻ വിറ്റ് നശിപ്പിച്ചു. ആ പാവം പെണ്ണിന്റെ കെട്ടുതാലി വരെ അവൻ പൊളിച്ചൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അവൻ കളക്ടറായപ്പോൾ ഗുരുനാഥന് സമാനമായി സാറ് മരിക്കുമ്പോഴല്ലാതെ കഴുത്തിൽ നിന്ന് ഊരരുതെന്ന് പറഞ്ഞ് തന്നതാ. ഇനി ഇതുകൂടെ മാത്രമേ ഉള്ളൂ എനിക്ക് സമ്പാദ്യമായി. ഇത് ഞാൻ വിറ്റിട്ട് വേണുവിന്റെ പൈസ തരാം. ശിഷ്യം കൊടുത്തെന്ന് ഒരു മാല കൊടുത്തെന്ന്, അത് മാത്രമേ ഉള്ളെന്ന്. അയാൾ മരിക്കുമ്പോൾ മാത്രമേ ഇത് കഴുത്ത് നൂരാവുള്ളെന്നൊക്കെ ഡയലോഗ് അടിച്ചാണ് കൊടുത്തതെന്ന്. കയ്യിൽ സ്വർണ്ണം, കയ്യിലൊരു അരപ്പവൻ്റെ സ്വർണ്ണം പോലെ കിടക്കണം. അത് മിണ്ടണില്ല. അയ്യോ എൻ്റെ മാറ്റേ. ചേട്ടന്റെ കയ്യിലൊരു മോതിരം കിടപ്പുണ്ട്, അത് നമുക്ക് വിൽക്കാം, എന്നിട്ട് വാടക കൊടുക്കാം. ചേട്ടൻ്റെ കയ്യിലൊരു മോതിരം കിടപ്പുണ്ടെന്ന്. പക്ഷെ അയാൾ മറന്നുപോയി. ആ ചേട്ടനെന്ന് പറഞ്ഞത് ഇങ്ങനെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞത് മറന്നുപോയി തോന്നുന്നു കേട്ടോ. ഇങ്ങനെ കയ്യിലൊരു മോതിരം കിടക്കാൻ കാണിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. നേരത്തെ കാണിച്ച ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു കേട്ടോ. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഇപ്പോൾ പ്രസൻ്റ് ആണ്. കരടി നെയ്യൊക്കെ തേച്ചത്, താടിയൊക്കെ വിഗ് താടിയൊക്കെ ഒട്ടിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ മോൻ ഒരു മിനിറ്റ്, മൊത്തവും വിറ്റ് പറക്കിയെന്നൊക്കെ പറഞ്ഞവർ തള്ളയും ഭാര്യയൊക്കെ കണ്ട കഴുത്തിലൊക്കെ സ്വർണ്ണമാലയൊക്കെ ഇട്ട് കാറിലൊക്കെ വന്നിറങ്ങി. മറിമായമായിരിക്കും. ഒരു സീൻ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പ്രമോദ്. ഇവൻ മദ്യവും മയക്കുമരുന്നും കഴിച്ച് അലഞ്ഞു നടക്കുകയാണ്. ഇപ്പോൾ അവൻ ആരെയും തിരിച്ചറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. മോനെ ജോസേ, ഇവന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ കൂടെ അല്ലേ മോനെ? ശരി അച്ഛാ. പ്രമോദെ, നിന്റെ മദ്യമരണത്തിന് കാരണം ഞാനും കൂടാടാ. ഇത്രയും ഡയലോഗ് അവർ അവിടെ സംസാരിക്കുമ്പോഴത്തേക്ക് ഒരുത്തവിടെ ഇരിക്കണമൊക്കെ ഇല്ല. മതിലിന്റെ മേലെ കുരകല്ല കാല് പൊക്കി വെച്ചില്ല, പഴത്തിന് വേണ്ടി ഇരിക്കല്ലേ ഇങ്ങനെ. എന്ത് വാണക്കിണയാടാ വൈ. മോനെ, ഇതാണ് അപ്പൂസിന്റെ പപ്പ. മോൻ പോയി വിളിച്ചില്ലടാ. നേരത്തെ സീനിൽ കാണിച്ച അതേ വയസ്സും പ്രായവും തന്നെ ചെറുക്കൻ ഇപ്പൊ കാണിക്കും. എന്നിട്ട് വിളിച്ച് പറയാനായിട്ടാ, അപ്പൂസ് ഇതാണ് നിന്റെ പപ്പ. അപ്പൂസല്ല കക്കൂസ്. അതാ കക്കൂസ്. അപ്പ ഇതാ കക്കൂസ്. മോനെ അപ്പൂസേ, പപ്പേക്കാണ് വന്നല്ലോടാ പൊന്നു മോനെ. മോനെ പ്രമോദേട്ടാ, ഞങ്ങളെയൊക്കെ വിട്ടേച്ച് പോയി കളഞ്ഞല്ലോ ഇത്രയും നാളും. നിന്നെ കാണാൻ അമ്മ നീറ് ജീവിക്കുവാണ്. മോനെ, നിന്നെ കാണാതെ അമ്മ നീറ് ജീവിക്കുകയാണെന്ന്. വരണ വഴവിന് ഒരു ഫുള്ള് കുഴിമന്തി കഴിച്ച് വരണ വരക്കം കണക്കാണ് കളവിരിക്കുന്നത്. ഒരു നീറ് ജീവിക്കണമെന്ന്. പ്രമോദേട്ടാ, ഇങ്ങനെ എന്നെ മകനെ വിട്ടുപോകാൻ കഴിഞ്ഞു. എന്നോട് പൊറുക്കുമെന്നാ. ഓൾറെഡി പുറത്തേണ്ട ഒരു ട്രോഫിയുടെ അപ്പുറത്ത് നിന്ന് നേരത്തെ നിന്നെ കെട്ടിപ്പിടിച്ചത്. ഇനി പൊറുക്കടോ. നീ ഇന്ന് വരും നാളെ വരുമെന്ന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷം. ഇല്ല, ഒരുമാതിരി മാവേലിയുടെ വരവ് കണക്കായി പോയില്ലേ. ഇന്ന് വരും നാളെ വരും. അവസാനം ഓണം ഇപ്പോഴാണെന്നോട് വന്നത്. മാവേലിയുടെ തിരക്ക് അവരെല്ലാവരും ഇങ്ങോട്ട് വന്നു. ഇവളും നിന്റെ അമ്മയും ഈ പാപമെല്ലാം നീ എങ്ങനെ കഴുകി കളയുമെടാ. 516 ഒരു ബാർ സോപ്പ് മേടിച്ച് നല്ല തേച്ചരച്ചങ്ങ് വരച്ച് കഴിയാതെ അതൊക്കെ അങ്ങ് പൊക്കോളും. ഇനി നിന്നെ ഞങ്ങൾക്ക് വേണോടാ. ജീവിതം കൈവിട്ടിട്ടില്ല, ഞങ്ങൾ കൂടെ ഉണ്ടാ. കൂട്ടുകാർ കൂടെ ഇട്ടടാന്ന് പറഞ്ഞു. ഈ മലരന്മാരെല്ലാം നേരത്തെ കൊണ്ടേ കുടിപ്പിച്ച് ഇത്ര ഇതാക്കിയത്. എന്നിട്ട് അവരെന്റെ കൂടെ ഇട്ടത്. എനിക്ക് മദ്യം ഉപേക്ഷിക്കുന്നു. അതാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. നിങ്ങൾ എല്ലാവരും വേണം. ഏത് ഹോസ്പിറ്റലിലാ പോകണം? നമുക്ക് പോവാം. ഏത് ഹോസ്പിറ്റലിലാ പോകണം? നമുക്ക് പോവാം. ഏത് ഹോസ്പിറ്റലിൽ? നിന്നെ കൊണ്ടുപോകേണ്ട മെന്റൽ ഹോസ്പിറ്റലാണ്. അല്ലാതെ പിന്നെ ഒറ്റ ദിവസം കൊണ്ട് കുടിച്ച് കമ്പനി പൊട്ടിച്ച് ഇവരെ പിന്നെ എവിടെയായിട്ടാണ് കൊണ്ടുപോകേണ്ടത്?
1 മാസം ചികിത്സയ്ക്ക് ശേഷം നീ പഴയ പ്രമോദാകൂടാ. നീ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരോടാ നിന്നെ ഞങ്ങൾ. ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് എന്തേലും അളിയ വൈകിട്ട് 2 എടുക്കാന്നുള്ള പറയാനുള്ള ഡയലോഗിനാണ് തോന്നുന്നത്. ഇത് ഇത്രയും കൊണ്ടുവന്ന് എത്തിക്കണത്. ഡ്രൈവറെ എടുവണ്ടി ബാറിലേക്ക്. ഇവർ കാറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതോടെയൊക്കെ ആയിട്ട് ആ ഷോർട്ട് ഫിലിം തീരുന്നതായിട്ടാണ് കാണിക്കുന്നത്. മനസ്സിലായ? ഈ ഷോർട്ട് ഫിലിം എൻ്റെ എവിടെ ടച്ച് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. മനസ്സിലായി? ഇതിനകത്ത് എന്ത് മെസ്സേജാണ് ഉള്ളതെന്നും എനിക്കറിഞ്ഞൂടാ. ഇവൻ ഈ കുടിച്ച് ഈ പരുവത്തിലാക്കാൻ പറ്റിയവൻ തന്നെ ഇവൻ അവസാനം കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നു. എന്നിട്ട് അവൻ്റെ കുടി മാറിയായില്ലെന്ന് പറയാനും വയ്യ. എനിക്കൊന്നും മനസ്സിലായില്ലടേ. സത്യം അതാണ്. അപ്പോൾ പിന്നെ ശരിയെന്നാ. അപ്പോൾ ഇനി അടുത്ത ഷോർട്ട് ഫിലിമായിട്ട് കാണാം.